നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഏവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നല്ലനാടിൻ്റെ കാണാമറയത്ത് 4-ാം അധ്യായത്തിലേക്ക്. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. വസുമതി ബാഗുമെടുത്ത് ഹാളിലേക്ക് വരുമ്പോൾ ഫോണിൽ സംസാരിച്ച് ബാലചന്ദ്രൻ ഡ്രസ്സ് ചെയ്ത് നിൽപ്പുണ്ട്. ഇടത് കയ്യാലെ അയാൾ മീശ പിരിക്കുന്നുണ്ട്. ഒന്നും മതിയാക്ക് ബാലേട്ടാ, 9 മണി കഴിഞ്ഞു. ശരി, നിന്റെ ഇഷ്ടം പോലെ. അയാൾ കോൾ കട്ട് ചെയ്തു. ശാലുവ വിളിച്ചത്. നമ്മൾ വെമ്പൽ കൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. അബോർഷന് അവൾ തയ്യാറല്ല. വസുമതിയുടെ കയ്യിലിരുന്ന ബാഗ് താഴെ വീണു. നശിപ്പിച്ചു. അതവൾ അവനോട് പറഞ്ഞു. പറയരുതെന്ന് അപേക്ഷിച്ചതാ ഞാൻ അവളോട്. ദേഷ്യവും സങ്കടവും കൂടി ചേർന്ന് വസുമതി പറഞ്ഞു. അവൾക്ക് നമ്മളെക്കാൾ വലുത് അവനാ. ഹേമാംബിക പറയുന്നത് നേര് തന്നെയാ. കെട്ടിച്ചയച്ചാൽ തീർന്നു മകളുമായിട്ടുള്ള ബന്ധം. പിന്നെ അച്ഛനെയും വേണ്ട, അമ്മയും വേണ്ട. വസുമതി ശക്തിയായി ഇരുകൈയും വീശി. ഞാനിത് സമ്മതിച്ചു കൊടുക്കില്ല. ഒരു പെൺകുഞ്ഞിനെ കൂടി പ്രസവിച്ചു വെക്കുന്നതല്ല കാര്യം. അതിനുള്ള കെൽപ്പ് അവൾക്കില്ല. അവനെങ്കിലും അത് തോന്നിയില്ലല്ലോ. എങ്ങനെ തോന്നാനാ? ആണിന് പെണ്ണിനെയോ പെണ്ണിന് ആണിനെയോ കിട്ടാൻ ഒരു പ്രയാസവുമില്ല. ഒരച്ഛനും അമ്മയ്ക്കും മക്കളെ കിട്ടാനേ പ്രയാസമുള്ളൂ. വസുമതി കരച്ചിലിൽ ചെന്ന് വീണു. അവൻ ചിന്തിക്കുന്നതും അതുതന്നെയാ. അമ്മയെ അനുസരിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്ത് അവനറിയാം. പിന്നെ അവനൊരു ബിഗ് സീറോ. ഉടുത്തിരിക്കുന്ന തുണി വരെ ഹേമാംബിക അഴിച്ചു വാങ്ങും. എനിക്ക് എൻ്റെ മോളെ ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ബാലട്ടൻ ഇറങ്ങും. നമ്മൾ എന്ത് വിചാരിച്ചോ അത് തന്നെ നടക്കും. നിലത്തിരുന്ന ബാഗ് വസുമതി എടുത്തു. ഭാരതി, വസുമതി ഉറക്കെ വിളിച്ചു. 50-നടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീ വാതിൽക്കലേക്ക് വന്നു. മുഷിഞ്ഞ കോട്ടൺ സാരി വാരി വലിച്ചു ചുറ്റിയിരുന്നു. നീ വാതിലടച്ചേക്ക്. ശരി. ബാലേട്ടൻ വാ. ബാഗുമായി വസുമതി പുറത്തേക്ക് നടന്നു. കാറിന്റെ കീയെടുത്ത് ബാലചന്ദ്രനും പിന്നാലെ പോയി. അവർ കാറിൽ കയറി പോകുന്നത് പൂമുഖത്ത് നിന്ന് ഭാരതി കണ്ടു. കുട്ടികളെ സ്കൂൾ വാനിൽ കയറ്റി വിട്ടിട്ട് ശാലിനി ഗേറ്റ് അടയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് റോഡിലൂടെ വേഗം കുറച്ച് വെള്ള ബെൻസ് കാർ വരുന്നത് കണ്ടത്. പ്രതീക്ഷിച്ചതുപോലെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. ശാലിനി ചാരി തുടങ്ങിയ ഗേറ്റ് തുറന്നിട്ടു. കാർ അകത്തേക്ക് കയറി നിന്നു. വസുമതി തിടുക്കത്തിൽ കാറിൽ നിന്നിറങ്ങി. ഞാൻ തീരുമാനം മാറ്റിയ വിവരം അച്ഛനെ വിളിച്ചു പറഞ്ഞതല്ലേ അമ്മേ? ഒരു കൊടുങ്കാറ്റും പേമാരിയും ശാലിനി പ്രതീക്ഷിച്ചു. പറയരുതെന്ന് വിലക്കിയിട്ടും നീ അത് സച്ചിയോട് പറഞ്ഞല്ലേ? വസുമതി ദേഷ്യപ്പെട്ടു. ഇല്ല, ഇന്നലെ സച്ചിയേട്ടൻ വന്നിട്ട് കുഞ്ഞിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചതേയില്ല. എൻ്റെ മനസ്സറിയാൻ പോലും സച്ചിയേട്ടൻ ശ്രമിച്ചില്ല. ഞാനും ഒന്നും പറയാൻ പോയില്ല. എൻ്റെ തീരുമാനം എന്തോ അങ്ങനെ നടക്കട്ടെ എന്ന് സച്ചിയേട്ടൻ നിശ്ചയിച്ചതുപോലെ എനിക്ക് തോന്നിയത്. ബാലചന്ദ്രൻ അങ്ങോട്ട് വന്നു. ഓഹോ, ഭർത്താവിനെ വെള്ളപൂശാൻ നോക്കുവാണല്ലേ? ഞങ്ങൾ നിനക്കാരുമല്ല. അവൻ്റെ പഞ്ചാരവാക്കിൽ വീഴുമ്പോൾ നീ നിന്റെ മക്കളുടെ കാര്യം പോലും ഓർത്തില്ല. അമ്മ അങ്ങനെ പറയരുത്. എൻ്റെ 2 മക്കൾ സത്യം. ഇന്നലെ ഞങ്ങൾ തമ്മിൽ ഈ വിഷയത്തെപ്പറ്റി ഒരു സംസാരവും ഉണ്ടായിട്ടില്ല. എങ്കിലിനി ആലോചിക്കാനൊന്നുമില്ല. നീ വീട് പൂട്ടി ഇറങ്ങാൻ നോക്ക്. കടുംപിടുത്തവുമായി വസുമതി നിന്നു. ഒരു കൊടും പാതകത്തിന് അമ്മ എന്നെ നിർബന്ധിക്കരുത്. എൻ്റെ വയറ്റിൽ തുടിക്കുന്നത് ഒരു ജീവനാ. അതിനെ കൊന്നുകളയണമെന്ന് എങ്ങനെ തോന്നിയെന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ശാലിനി സാരിത്തുമ്പ് പിടിച്ച് കണ്ണുകളൊപ്പി. വസുമതി ബാലചന്ദ്രനെ നോക്കി അമർഷം കൊണ്ടു. മോളെന്താ ഇപ്പം മാറി ചിന്തിക്കാൻ കാരണം? നീ അത് ഞങ്ങളോട് പറ. ബാലചന്ദ്രൻ സൗമ്യതയോടെ ആരാഞ്ഞു. സച്ചിയേട്ടൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. എൻ്റെ കുഞ്ഞ് ആൺകുട്ടി തന്നെയാ. എനിക്കതിനെ വേണം. വസുമതിയും ബാലചന്ദ്രനും അമ്പരപ്പോടെ മുഖാമുഖം നോക്കി. സ്വപ്നത്തിൽ ഞാൻ എൻ്റെ മോനെ കണ്ടു. വൈത്തീശ്വരൻ കോവിലിന്റെ ഇടനാഴിയിൽ വെച്ച്. അവൻ പിച്ച വെച്ച് ഓടി വന്ന് എൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് അമ്മ എന്നുച്ചരിച്ചു. അവളുടെ തലയടിക്കുന്ന പുളകവും കയ്യിലെ സ്വർണ്ണരോമങ്ങൾ പിടഞ്ഞെഴുന്നേറ്റ് നിൽക്കുന്നതും ബാലചന്ദ്രനെ ഒട്ടൊന്നുമല്ല അമ്പരപ്പിച്ചത്. പക്ഷേ അത് കേട്ടു നിൽക്കാൻ വസുമതി തയ്യാറല്ലായിരുന്നു. അതിന് വൈത്തീശ്വരൻ കോവിലിൽ നീ പോയിട്ടുണ്ടോ? അവൻ വർണ്ണിച്ചു കൽപ്പിച്ച ഓരോ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് സ്വപ്നം കണ്ടതല്ലാതെ എന്താ ശാലു? നിന്നോട് ഞാൻ ഉറപ്പായും പറയാം. പ്രസവിക്കാനാ നിന്റെ തീരുമാനമെങ്കിൽ അതും പെൺകുഞ്ഞു തന്നെയാ. നീ 2ാമത്തെ കുട്ടിയെ ഗർഭം കൊണ്ടപ്പോഴും ഞാൻ ഇത് തന്നെയാ പറഞ്ഞത്. വസുമതി തീർത്തു പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ ആ കുഞ്ഞിനെയും പൊന്നുപോലെ വളർത്തും. ദൈവം നിശ്ചയിച്ചതൊന്നിനെയും തിരുത്താൻ ആർക്കും കഴിയില്ല. ശാന്തയായി ശാലിനി പ്രതികരിച്ചു.
നീ അബോർഷന് തയ്യാറായാൽ അതും ദൈവനിശ്ചയമല്ലാതെ മറ്റെന്താ? വസുമതി തിരിച്ചു ചോദിച്ചു. ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും. അന്ന് അമ്മയ്ക്ക് പശ്ചാത്താപവും തോന്നും. അച്ഛനും അമ്മയും അകത്തേക്ക് വാ, കാപ്പി കഴിഞ്ഞിട്ട് പോകാം. ഇനി ഈ വിഷയം സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ബാലേട്ടാ, നിസ്സഹായതയോടെയും സങ്കടത്തോടെയും വസുമതി വിളിച്ചു. അവൾക്കും ആ തീരുമാനമാണെങ്കിൽ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല വസുമതി. അവർ ഭാര്യയും ഭർത്താവും അവരുടെ കുഞ്ഞിനു വേണ്ടി കൊതിക്കുന്നു. പാടില്ലെന്ന് പറയാൻ നമുക്കെന്ത് അവകാശമാ ഉള്ളത്? വസുമതി ദുർബലയായി. ഇനി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അപരാധമാണ്. വിധി നിശ്ചയിച്ചത് എന്തോ അതുപോലെ നടക്കട്ടെ. നീ വാ, നമുക്ക് പോകാം. ബാലചന്ദ്രൻ ചെന്ന് കാറിൽ കയറി. നീ അബദ്ധ പഞ്ചാംഗം വിശ്വസിച്ചിരുന്നോടി? അനുഭവിക്കാൻ പോകുന്നത് നിന്റെ മക്കളാ. വസുമതി കാറിൽ കയറി ഡോർ ശക്തിയായി വലിച്ചടച്ചു. അവളെ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല. പിന്നോട്ട് പോയ കാർ റോഡിലിറങ്ങി പാഞ്ഞുപോയി. ശാലിനിയുടെ ചുണ്ടിൽ ഒരു ചെറു ചിരി മൊട്ടിട്ടു നിന്നു. ഈ ഉത്കണ്ഠയും ദേഷ്യവുമൊക്കെ അലിഞ്ഞു പോകും എന്റെ മോൻ വന്നു കഴിയുമ്പോൾ. അവൾ ഗേറ്റ് അടച്ച് വീടിന് നേരെ നടന്നു. ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് സച്ചിദാനന്ദൻ ഓഫീസിലിരുന്നത്. മുന്നിൽ വന്നവരെയൊക്കെ ഒരു കാരണവുമില്ലാതെ അയാൾ ഫയർ ചെയ്യുകയായിരുന്നു. ശാലിനി ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും. തൻ്റെ എല്ലാ സ്വപ്നങ്ങളും അവിടെ വച്ച് അസ്തമിക്കാൻ പോവുകയാണ്. വൈത്തീശ്വരൻ കോവിലിൻ്റെ കാര്യം അമ്മ പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. അതൊരു ഭാഗ്യപരീക്ഷണമാണെന്ന് അറിവുള്ളത് കൊണ്ടാണ് ഓരോന്ന് പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടിരുന്നത്. അവിടെ പോയിട്ട് പെൺകുഞ്ഞാണെന്ന് അരുളപ്പാട് കിട്ടിയ അമ്മ പഴിക്കുന്നത് ശാലിനിയായിരിക്കും. പ്രസവിക്കുന്നവളാണല്ലോ ശാപവചസ്സുകൾ കേൾക്കേണ്ടത്. പുരുഷന് മക്കൾ എത്ര വേണമെങ്കിലും ആകാം, അതിൽ ഒരാൺകുഞ്ഞുണ്ടാവുക സ്വാഭാവികം. അമ്മ പിടിച്ച പിടിയാലെ നിന്നപ്പോൾ ഹൈദരാബാദിൽ നിന്നും മടങ്ങി വരുന്ന വഴിക്ക് കുംഭകോണത്തിറങ്ങേണ്ടി വന്നു. ഒപ്പം യജ്ഞേഷും ഉണ്ടായിരുന്നു. അവനോടൊന്നും പറയരുതെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു. ആരെയൊക്കെയോ കൊണ്ട് അവിടെ എല്ലാ സഹായങ്ങളും അമ്മ ഒരുക്കിയിരുന്നു. സ്വാമി ആദിനാരായണ അയ്യങ്കാരുടെ വീട്ടിലായിരുന്നു പ്രഭാത ഭക്ഷണം. ക്ഷേത്രത്തിനടുത്തായിരുന്നു ഗൃഹം. ക്ഷേത്രദർശനം കഴിഞ്ഞ് അയ്യങ്കാരുടെ വീട്ടിലെത്തി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൂട്ടിക്കൊണ്ടുപോകാൻ ആള് വന്നു. ഏതോ ഒരു പൂജയുടെ പേര് അയാൾ പറഞ്ഞു. ഞാൻ മാത്രം ചെന്നാൽ മതിയെന്നും അയാൾ നിഷ്കർഷിച്ചു. യജ്ഞേഷിനെ അവിടെ ഇരുത്തി താൻ മാത്രം കൂടെ പോയി. അയാൾക്കൊപ്പം ഗോപുരനട കടക്കാതെ മറ്റൊരു വഴിയിലൂടെ അകത്ത് കടന്നു. തണുത്തുറഞ്ഞ കൽക്കട്ടിലെ അകത്തളം മനസ്സിലുണ്ടാക്കിയത് മരവിപ്പായിരുന്നു. താളിയോലയിലെ ജന്മരഹസ്യം തേടി ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നു. മുഷിഞ്ഞ കാവ്യവസ്ത്രധാരികളായ കൃശഗാത്രനായ ഒരു സന്യാസി വര്യന്റെ അടുത്തേക്കാണ് അയാൾ തന്നെ കൊണ്ടിരുത്തിയത്. നീണ്ട നരപടർന്നു തുടങ്ങിയ താടി, അതിൻ്റെ തുമ്പറ്റം അയാൾ കെട്ടിവച്ചിട്ടുണ്ട്. ചമ്രം പടിഞ്ഞിട്ടാണ് ഇരിപ്പ്. ഏതോ യുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനെ പോലെയാണ് തോന്നിയത്. ഗുരു ചിദംബര ശാസ്ത്രി കൂടെ വന്നയാൾ ഉരുക്കഴിച്ചു. കൈകൾ കൂപ്പിയിരുന്നു. സച്ചിദാനന്ദൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ജന്മസത്യങ്ങൾ വെളിപ്പെടുകയാണ് നിലവിളക്കിന്റെ അരണ്ട പ്രകാശത്തിൽ. പേരും നാളും ജനന സമയവും പറഞ്ഞു. മുന്നിലെടുത്തു വച്ച താളിയോലയിൽ വിരലമർത്തി മിഴികൾ അടച്ചു. കണ്ണുകൾ തുറക്കുമ്പോൾ ഗുരു ചിദംബര ശാസ്ത്രികൾ ഇരുന്ന പഴകിയ പലക മാത്രം മുന്നിലുണ്ട്. എപ്പോഴോ ഒരു താളിയോല ഗ്രന്ഥവുമായി ആ മനുഷ്യൻ വന്നു. അദ്ദേഹം ഓലകൾ പരതിയിട്ട് വായിക്കുകയായിരുന്നു. 10ാം നൂറ്റാണ്ടിലെന്നോ അഗസ്ത്യമുനിയാൽ വിരചിതമായ തന്റെ ജാതകം. കുറച്ചൊന്നും മനസ്സിലായില്ല. അദ്ദേഹം തന്നെ സംശയ നിവാരണവും വരുത്തിത്തന്നു. വിസ്മയത്തിൽ നിന്ന് വിസ്മയങ്ങളിലേക്ക്. സച്ചിദാനന്ദന് ഒരു മകന്റെ അച്ഛനാകാനുള്ള യോഗമുണ്ട്. അതിങ്ങടുത്തെത്തിയിരിക്കുന്നു. അടുത്ത ഓല മറിച്ച് ഗുരു ചിദംബര ശാസ്ത്രികൾ മുഖത്തേക്ക് നോക്കി കെട്ടിവെച്ച താടി തുമ്പ് പിടിച്ചു വലിച്ചു. സന്തോഷമായി, എനിക്കിത്രയും അറിഞ്ഞാൽ മതി, കൂപ്പുകൈയോടെ പറഞ്ഞു. ഒന്ന് നഷ്ടപ്പെട്ടാൽ അതിനോളം പോന്ന മറ്റൊന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതാണ് നിങ്ങളുടെ ജാതകം പറയുന്നത്. അതൊരു അശരീരി പോലെ തോന്നി. സെൽ റിംഗ് ചെയ്തതും ഞെട്ടലോടെ സച്ചിദാനന്ദൻ ഓർമ്മകൾ വിട്ടുണർന്നു. താല്പര്യമില്ലാതെ കോൾ കട്ട് ചെയ്തിട്ട് അയാൾ ഫോൺ നീക്കിവെച്ചു. ഒന്ന് നഷ്ടമായാൽ അതിനോളം പോന്ന മറ്റൊന്ന്. അമ്മയുടെ വാശി തന്നെ നടക്കാൻ പോവുകയാണോ? ശാലിനി ഇനി വീട്ടിലേക്ക് വരില്ല. വൈത്തീശ്വരൻ കോവിലിലെ താളിയോലകളിൽ വിശ്വാസമില്ലെന്ന് തനിക്ക് പറയേണ്ടി വരും. അമ്മയുടെ വ്യാമോഹം നടക്കില്ല. ശാലിനി ഇല്ലാതെ സച്ചിദാനന്ദൻ ഒരു ജീവിതമില്ല. രാവിലെ വീട്ടിൽ നിന്നിറങ്ങാൻ നേരം ശരി ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞത് വെറും വാക്കല്ല. അവളെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാമെന്ന് തന്നെയാണ് അവൾക്കൊപ്പം നിലകൊള്ളാൻ. വീണ്ടും സെൽ ശബ്ദിച്ചു. അത് ഹേമാംബികയുടെ കോളായിരുന്നു. ശാലിനി ഹോസ്പിറ്റലിലെത്തിയ വിവരം അമ്മ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് അമ്മയും മകനും ഏറ്റുമുട്ടലിന്റെ വഴിയിലേക്കാണ്.
ഭർത്താവിനെ പെൺകോന്തൻ എന്ന് വിളിക്കുന്നവർ അറിയുന്നില്ല അവൾ അയാളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആഴം. സച്ചിദാനന്ദൻ കോൾ എടുത്തു. അമ്മ പറ, നീ അവളുടെ കാല് പിടിച്ച് തൊഴുതു കരഞ്ഞ് തീരുമാനം മാറ്റിയെടുത്തു അല്ലേടാ? സച്ചിദാനന്ദൻ തരിപ്പോടെ ഇരുന്നു. ഒരുങ്ങിക്കെട്ടി അവളുടെ കൊച്ചിനെ അബോർട്ട് ചെയ്യിപ്പിക്കാൻ പോയ സടകൊഴിഞ്ഞ കേണൽ തന്തയും പല്ലുപോയ തഹസീൽദാർ തള്ളയും നാണം കെട്ട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അവൾ കൊച്ചിനെ ഇല്ലാതാക്കുന്നില്ലെന്ന്. അയാൾക്ക് കാതുകളെ വിശ്വസിക്കാനായില്ല. അവൾ ഹോസ്പിറ്റലിൽ പോകുമെന്ന് അമ്മയല്ലേ പറഞ്ഞത്? ഇന്നലെ എന്നോട് അവൾ ഒന്നും പറഞ്ഞില്ല. ഞാനൊട്ട് സംസാരിക്കാനും പോയില്ല. ഞാൻ കരുതിയത് അവൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെന്നാ. മതിയടാ നിന്റെ നാട്യം. ഞാൻ എന്തിനഭിനയിക്കണം? അവൾക്ക് കുഞ്ഞിനെ വേണമെന്ന് തോന്നിക്കാണും. കാര്യകാരണങ്ങൾ സഹിതം എല്ലാം അവളെ ധരിപ്പിച്ചതല്ലേ. ഹേമാംബിക എന്തെങ്കിലും ഇടങ്കോലിടുമെന്ന് കരുതി സച്ചിദാനന്ദൻ തുടർന്നു. കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് ശാലു എന്നോടോ അമ്മയോടോ പറഞ്ഞിട്ടില്ല. അവൾക്കാകെ ഉണ്ടായിരുന്ന ഭയം ഇരട്ടക്കുട്ടികളായി പോകുമോന്നാ. ആ പേടി ഞാൻ മാറ്റിക്കൊടുത്തു. ഇനിയിപ്പോ അവൾ കുഞ്ഞു വേണ്ടെന്ന് പറയാൻ വല്ല പ്ലാനും അമ്മയ്ക്കുണ്ടോ? എങ്കിൽ അമ്മ മനസ്സിലാക്കണം. അയാൾ വേഗത്തിൽ ഫോൺ മറുകാതിലേക്ക് മാറ്റി. അന്ന് പറഞ്ഞത് കേട്ടത് 10 മാസങ്ങൾക്കുള്ളിൽ ഒരാൺകുഞ്ഞ് പിറക്കുമെന്ന. അത് സത്യമാണെങ്കിൽ 10 മാസത്തിനുള്ളിൽ ജനിക്കാൻ വേറെ ഏത് കുഞ്ഞാ ഉള്ളത്? മറുവശത്ത് നിന്ന് മറുപടി വന്നില്ല. ഇനി ശാലുവിനെ ഒരു തരത്തിലും വേദനിപ്പിക്കാൻ ഞാനില്ല. എനിക്ക് വേണ്ടത് ഒരു ആൺകുഞ്ഞിനെയാ. 7 മാസം കൂടി കാത്തിരുന്നാ മതി. കോൾ കട്ടായത് സച്ചിദാനന്ദൻ അറിഞ്ഞു. ഇനി അമ്മയ്ക്ക് പറയാൻ മറ്റൊന്നുമില്ല. മനസ്സൊരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുകയാണ്. ഗുരു ചിദംബര ശാസ്ത്രികളുടെ നാവിൽ നിന്ന് വീണത് പരമാർത്ഥമാണ്. അല്ലെങ്കിൽ ശാലിനിയുടെ മനസ്സൊരിക്കലും മാറില്ലായിരുന്നു. വീട്ടിലെത്താനുള്ള തിടുക്കമായിരുന്നു സച്ചിദാനന്ദന്. രാവിലെ എറണാകുളത്തിന് പോകുന്നെന്ന് കളവ് പറഞ്ഞതിനാൽ ഉടൻ വീട്ടിലേക്ക് ചെല്ലാനും പറ്റില്ല. അയാൾ ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു. റിംഗ് ചെയ്ത ഉടൻ അവൾ കോൾ എടുത്തു. സച്ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചു. നീ എന്തു ചെയ്യുകയാ? രാവിലെ തന്നെ പണികളൊക്കെ തീർന്നില്ലേ? ഞാൻ കിടക്കുവാ. എന്താ ശാലു? അവളുടെ ചിരി കേട്ടു. സച്ചിയേട്ടൻ പേടിക്കാനൊന്നുമില്ല. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് കിടന്നതാ. കണ്ണിൽ കാണാൻ കൊതിയായി. ഇപ്പോ നിനക്കും ആ തോന്നലുണ്ടായല്ലോ. ഇനി അടുക്കള പണിക്ക് കൂടി ഒരാളെ വെക്കണം. കുറച്ച് കരുതൽ വേണം. അവളുടെ മൂളൽ കേട്ടു. ഞാൻ നേരത്തെ എത്താൻ നോക്കാം. ശരി സച്ചിയേട്ടാ. ഫോൺ വെക്കുമ്പോൾ ശാലിനിക്ക് വന്ന മാറ്റമാണ് സച്ചിദാനന്ദനെ അമ്പരപ്പിച്ചത്. ഉച്ചമയക്കം കഴിഞ്ഞ് ബാലചന്ദ്രൻ സെൽഫോണുമായി പൂമുഖത്തേക്ക് വന്നു. കോട്ടുവ കൈകൊണ്ട് അടക്കിക്കൊണ്ട് അയാൾ ചാരുകസേരയിൽ ചെന്നിരുന്നു. ശുദ്ധമായ തണുത്ത കാറ്റ് വന്ന് അയാളെ തഴുകി. വീടിന് മുന്നിലെ റോഡിനപ്പുറം പാടമാണ്. ഒരു ഓട്ടോറിക്ഷ ഗേറ്റ് കടന്നു വരുന്നത് അയാൾ കണ്ടു. മുറ്റത്തെ മാവിൻ ചുവട്ടിൽ വന്നു നിന്ന ഓട്ടോയിൽ നിന്ന് 55-നടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീ ഇറങ്ങി. വസുമതി, മേരിക്കുട്ടി സിസ്റ്റർ വന്നിട്ടുണ്ട്, ബാലചന്ദ്രൻ വിളിച്ചു പറഞ്ഞു. ഓട്ടോ ചാർജ് കൊടുത്തിട്ട് ആ സ്ത്രീ ഭവ്യതയോടെ വീടിന് നേരെ നടന്നു വന്നു. വെള്ളസാരിയാണ് വേഷം. കഴുത്തിൽ കുരിശുമാല. ഇടതു തോളിൽ വാനിറ്റി ബാഗ് തൂക്കിയിട്ടുണ്ട്. അതോടൊപ്പം കക്ഷത്ത് ചേർത്ത് പിടിച്ച കുടയും. അകത്തുനിന്ന് വസുമതി വന്നു. അല്ല, ആരിത്? മേരിക്കുട്ടി സിസ്റ്ററെ കണ്ടിട്ട് കാലം കുറെ ആയല്ലോ. വാ വാ. സ്നേഹപൂർവ്വം വസുമതി ക്ഷണിച്ചു. പടവുകൾ കയറുമ്പോൾ മേരിക്കുട്ടി കാൽമുട്ടിൽ കൈവച്ചു. ഇപ്പൊ എങ്ങോട്ടും പോവാറില്ല, വീട്ടിൽ തന്നെയാ. കോഴിക്കോട്ട് വരുവായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ കാണാതെ പോവോ? മേരിക്കുട്ടി പൂമുഖത്ത് കയറി. സിസ്റ്റർ ഇരിക്കെ. വസുമതി അവരെ പിടിച്ച് ചാരുപടിയിൽ അടുത്തിരുത്തി. മേരിക്കുട്ടി സിസ്റ്ററെ കണ്ടിട്ട് 10 വർഷമെങ്കിലും ആവും, ബാലചന്ദ്രൻ പറഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മോളുടെ കല്യാണം ഡൽഹിയിൽ വെച്ച് നടന്ന വിവരം പറയാനാ മേരിക്കുട്ടി സിസ്റ്റർ അവസാനം വിളിച്ചത്. പിന്നെ വിവരമൊന്നും ഉണ്ടായില്ല. ഡൽഹിയിൽ മോളോടൊത്ത് സന്തോഷത്തോടെ കഴിയുകയാണെന്നാ വിചാരിച്ചത്. മോളും ഡോക്ടർ, മരുമോനും ഡോക്ടർ. മേരിക്കുട്ടി സിസ്റ്റർക്ക് സന്തോഷിക്കാൻ വേറെന്തു വേണം? വസുമതി ചിരിച്ചു. എനിക്ക് മറക്കാൻ പറ്റാത്തത് നിങ്ങളെയാ. എൻ്റെ എമിലി മോള് ഒരു ഡോക്ടർ ആയെങ്കിൽ അതിന് കാരണക്കാരൻ കേണൽ സാറ് മാത്രമാ. മെഡിസിൻ അയക്കാൻ ഒരു നിവൃത്തിയുമില്ലാതെ നിന്നപ്പോഴാ സാറിൻ്റെ മുഖം മനസ്സിൽ ഓടി വന്നത്. അവളെയും കൂട്ടി ഞാൻ ഇവിടെ വന്നു. ഞങ്ങളുടെ സങ്കടം സാറ് കണ്ടു. പഠിപ്പിക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു തന്നു. മേരിക്കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ കുട്ടി എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടത്തെ കൃപ. എൻ്റെ ദൈവങ്ങൾ സാറും വസുമതി കൊച്ചും തന്നെയാ. മേരിക്കുട്ടിയുടെ തൊണ്ടയിടറി. അത്രയ്ക്കൊന്നും വേണ്ട മേരിക്കുട്ടി സിസ്റ്ററെ.
പഠിക്കാൻ അവൾ മിടുക്കിയായിരുന്നു. ഞങ്ങളൊരു നിമിത്തമേ ആയിട്ടുള്ളൂ. മേരിക്കുട്ടി സിസ്റ്ററിന് അറിയാമല്ലോ, വസുമതി പ്രസവിച്ചത് ഇരട്ട പെൺകുഞ്ഞുങ്ങളെയാ. അതിലൊരു കുഞ്ഞിനെ ദൈവം തിരിച്ചെടുത്തു. ആ കുഞ്ഞിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാ സഹായം ചോദിച്ച് മോളെയും കൂട്ടി മേരിക്കുട്ടി സിസ്റ്റർ കയറി വന്നപ്പോൾ പറ്റില്ലെന്ന് ഞാൻ പറയാതിരുന്നത്. ബാലചന്ദ്രന്റെ വാക്കുകൾ സൗമ്യമായ ഒരു ചിരിയായി മേരിക്കുട്ടിയുടെ മുഖത്ത് പ്രതിഫലിച്ചു. എമിലിയുടെ കുട്ടികൾക്ക് എന്തു പ്രായം വരും? വസുമതി താല്പര്യത്തോടെ ചോദിച്ചു. കുട്ടികൾക്ക് സമയമായിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുക രണ്ടാളും. അവർക്ക് തിരക്കോട് തിരക്ക്. നാട്ടിൽ വന്നിട്ട് വർഷം 4 ഞാൻ കൂടെ ചെല്ലാത്തതിൻ്റെ ദേഷ്യം അവൾക്ക്. 85 അമ്മച്ചിയെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് പറ്റുമോ? മുഖം തുളച്ചിട്ട് വിഷയം മാറ്റിക്കൊണ്ട് മേരിക്കുട്ടി തുടർന്നു. ശാലിനി മോക്ക് സുഖം തന്നെയല്ലേ? ആ, അവളും കുടുംബവും സുഖമായിട്ടിരിക്കുന്നു. ശാലിനി മോളെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. വസുമതി കൊച്ചെൻ്റെ ഈ കൈകളിലേക്കല്ലേ അവളെ പ്രസവിച്ചിട്ടത്. ശാലിനി മോള് വന്ന് കുറച്ചു സമയം കഴിഞ്ഞാ അടുത്ത കൊച്ചു വന്നത്. കയ്യിലേക്ക് എടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായി ജീവൻ പോയെന്ന്. വസുമതിയുടെ കണ്ണുകൾ നിറയുന്നത് ബാലചന്ദ്രൻ കണ്ടു. അല്ല, മേരിക്കുട്ടി സിസ്റ്റർ എന്താ കോഴിക്കോടിന് ഇങ്ങോട്ട് വന്നത് തന്നെയാണോ? ഞാൻ എൻ്റെ അടുത്ത പരിചയക്കാരിയുടെ മോളുടെ കല്യാണത്തിന് വന്നതാ സാറേ. തിരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങളെ വന്ന് കാണാമെന്ന് വെച്ചു. ഭാരതി വാതിൽക്കൽ വന്നു. വസുമതിയമ്മേ, ചായ ഇങ്ങോട്ട് എടുക്കട്ടെ? ബാലേട്ടൻ്റെ ചായ ഇങ്ങോട്ട് എടുത്തോളൂ, ഞങ്ങൾ അകത്തേക്ക് വരാം. ഭാരതി തിരിഞ്ഞു നടന്നു. മേരിക്കുട്ടി സിസ്റ്റർ വാ. വസുമതി മേരിക്കുട്ടിയുടെ കൈ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബാലചന്ദ്രൻ നീണ്ടു നിവർന്ന് കിടന്നു. വർഷം 35 കഴിഞ്ഞെങ്കിലും മരിച്ചുപോയ കുഞ്ഞിനെക്കുറിച്ചുള്ള നഷ്ടബോധം ഇപ്പോഴും വസുമതിയെ വേട്ടയാടുന്നുണ്ടെന്ന് അയാൾ ഓർത്തു. അന്ന് വസുമതി പ്രസവിച്ച ഹോസ്പിറ്റലിലെ ഹെഡ് നഴ്സായിരുന്നു മേരിക്കുട്ടി സിസ്റ്റർ. മേരിക്കുട്ടി വന്നുപോയാൽ 2 ദിവസം വസുമതി മൂഡ് ഓഫ് ആയിരിക്കും. മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ട് ബാലചന്ദ്രൻ നിവർന്നിരുന്നു. ചാരുപടിയിൽ ബാഗിൻ്റെ അടുത്തിരുന്ന മേരിക്കുട്ടിയുടെ ഫോണായിരുന്നു ശബ്ദിച്ചത്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് എമിലി എന്നായിരുന്നു. അതോടൊപ്പം സുന്ദരിയായ ഒരു യുവതിയുടെ മുഖം കൂടി ഉണ്ടായിരുന്നു. ആ മുഖം ശാലിനിയുടേതായിരുന്നു. വിളിക്കുന്നത് എമിലിയും. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷാഭരിതമായി കാണാമറയത്ത് അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. ഒപ്പം ഈ കഥ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി അയച്ചു കൊടുക്കാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മുരളി നല്ലനാട് നോവൽസിനു വേണ്ടി സസ്നേഹം, രാജീവ് വെഞ്ഞാറമൂട്.